ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ പടവലങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ പടവലങ്ങയൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി വലിയതല്ല, കുഞ്ഞ് ചള്ളായിട്ടുള്ള പടവലങ്ങയാണ്. ഇനി നമുക്ക് പടവലങ്ങയുടെ പുറമേയുള്ള വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, ആ തൊലി ഒന്ന് ചുരണ്ടി കളയണം. അപ്പോൾ എല്ലാ പീസിൻ്റെയും മീതെയുള്ള ആ തൊലി നമുക്കൊന്ന് ചുരണ്ടി കളയാം. അങ്ങനെ ഒരു ഗ്രീൻ കളറ് കാണുന്നത് വരെ നമുക്കൊന്ന് പതിയെ ഒന്ന് ചുരണ്ടി കളയണം കേട്ടോ. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുരണ്ടി കളയാവുന്നതാണ്. പിന്നീട് അത് നടുമുറിച്ചിട്ട് നമുക്കതിനുള്ളിലുള്ള കുരുവിൻ്റെ ഭാഗം ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ അതിങ്ങനെ ഒരു പഞ്ഞി പോലെ ഇരിക്കുന്ന ആ ഭാഗം നമുക്കിതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ എളുപ്പത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കനം കുറച്ചിട്ട് ഇതുപോലെ ഞാൻ പടവലങ്ങ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള 1/4 കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 5 വെളുത്തുള്ളി, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1/4 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അടച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് 1 മുറി നാളികേരവും അതുപോലെ 2 ചുവന്നുള്ളി, 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് അത്രയും സ്മൂത്തായിട്ടല്ല കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അത് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്യാം. നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ല, ഒത്തിരി വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പടവലങ്ങയും 250 ഗ്രാം പടവലങ്ങയും അതുപോലെ ഒരു സവാള, പിന്നെ ഒരു ലേശം ഉപ്പ്, പിന്നെ പടവലങ്ങയുടെ ഒപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ച് 1 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്യാം. പടവലങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. 1 വിസിൽ മതി, അപ്പോഴേക്കും നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ കാണാൻ എളുപ്പത്തിന് ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് താളിപ്പിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിനുവേണ്ടി മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഒരു 5 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. ചുവന്നുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 3 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും ആ ഒരു ചൂടിൽ, ആ പാൻ്റെ ചൂടിൽ ഇരുന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഓണാക്കണം എന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി ആ പാൻ നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു ചൂടിൽ കുക്കായാൽ മതി. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് തന്നെ ഇട്ടാൽ മതി കേട്ടോ, തീ ഓണാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ എല്ലാം നന്നായിട്ട് മൂത്ത് വരും. അതിനുശേഷം നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ പടവലങ്ങ കറി ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്.
പിന്നെ ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്